പോയിന്റ്സ് നമ്മൾ പഠിച്ചല്ലോ. ഇനി നമ്മൾ അതിന്റെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ആ ടോപ്പിക് പ്രൊജക്ഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻസിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈൻ ഞാൻ പല ക്വാഡ്രന്റിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് അതിനെ പറ്റി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, ഇത് നേരത്തെ പോയിന്റ്സ് പഠിച്ച സമയത്ത് നമ്മൾ ഉപയോഗിച്ച അതേ സംഭവം തന്നെ. ക്വാഡ്രന്റ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഇനി ഇത് ഓരോ ക്വാഡ്രന്റിലും എത്ര കണ്ടീഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞത്? 9 കണ്ടീഷൻസ്. ആ 9 കണ്ടീഷൻസിലും പോയിന്റ്സിന് പകരം ഇനി ആര് വരും? ഈ സ്ട്രെയിറ്റ് ലൈൻ വരും. അവിടെ ഒരു പ്രത്യേകത ഉള്ളത്, സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് പോയിന്റ് പോലെയല്ല. പോയിന്റിന്റെ ഡയമെൻഷൻ ഇല്ല. പോയിന്റ് എന്ന് പറയുന്നത് ഡയമെൻഷൻ ഇല്ലാത്ത ഒരു ഓബ്ജക്റ്റ് ആണ്. അതേസമയം സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് അതേപോലെയല്ല. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നതിന് ഡയമെൻഷൻ ഉണ്ട്. ഡയമെൻഷൻ മാത്രമല്ല, അതിന്റെ ഓറിയന്റേഷനും പലതായിട്ട് വരാം. അത് ഒന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എല്ലാം ഒന്ന് പറഞ്ഞുതരാം. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ആദ്യം തന്നെ ഞാൻ ഈ സ്ട്രെയിറ്റ് ലൈനിനെ നമുക്ക് 2 പ്ലെയിൻ ഉണ്ടല്ലോ, എച്ച് പി ഉണ്ട്. നമുക്ക് 2 പ്ലെയിൻ ഉണ്ടല്ലോ, എച്ച് പി ഉണ്ട്, ബി പി ഉണ്ട്. ഈ എച്ച് പിയും ബി പിയും വെച്ച് നോക്കുമ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിനെ പല രീതിയിൽ നമുക്ക് ഇതിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. 9 സ്ഥാനം എന്നുള്ളത് മറക്കരുത്. അതോടൊപ്പം ഈ സ്ട്രെയിറ്റ് ലൈനിനെ പല രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. ആദ്യം ഞാൻ വെക്കാൻ പോകുന്നത് this straight line is parallel to HP. ഇതാണ് നമ്മുടെ HP. HPക്ക് പാരലൽ ആണ്. എങ്ങനെയാണ് HPക്ക് പാരലൽ ആണെന്ന് മനസ്സിലാക്കുക? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഉണ്ട്. ഈ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഈ HP ആയിട്ടുള്ള അകലം എല്ലാ സ്ഥലത്തും ഒന്ന് തന്നെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? this line is parallel to HP. അതേപോലെ തന്നെ ഈ ലൈന് VPക്കും പാരലൽ ആണ്. എന്തുകൊണ്ട് പാരലൽ ആയി? ഈ ലൈനിന്റെ അകത്തുള്ള ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സും VPയും തമ്മിലുള്ള അകലം എല്ലാ സ്ഥലത്തും സെയിം ആണ്. അങ്ങനെ സെയിം വന്നു കഴിഞ്ഞാൽ പാരലൽ എന്നാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ സ്ട്രെയിറ്റ് ലൈൻ ഫസ്റ്റ് ക്വാഡ്രന്റില് HPക്കും VPക്കും പാരലൽ ആയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ ഒരു അവസ്ഥ എല്ലാ ക്വാഡ്രന്റിലും നമുക്ക് വെക്കാം. ഇപ്പൊ ഞാൻ സെക്കൻഡ് ക്വാഡ്രന്റിൽ വെച്ചു. ഇനി അതേപോലെ തേർഡ് ക്വാഡ്രന്റിൽ വെക്കാം, അതേപോലെ ഫോർത്ത് ക്വാഡ്രന്റിൽ വെക്കാം. എന്ന് പറഞ്ഞാൽ ഇത് 4 എണ്ണം അല്ല, 9 കണ്ടീഷൻ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ ഇതേപോലെ വെക്കാം. ഓൺ HP എന്നൊരു കണ്ടീഷൻ പഠിച്ചിരുന്നല്ലോ. ആ ഓൺ HP എന്ന കണ്ടീഷനിൽ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ വെക്കാൻ പറ്റും. ഇങ്ങനെ ഉണ്ടായാൽ മതി. എന്ന് പറഞ്ഞാല് 9 കാര്യം നമ്മൾ പഠിച്ചത്, ഈ 9 കണ്ടീഷനും ഈ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ആയിക്കൊണ്ട് ഈ 9 കണ്ടീഷനും പോസിബിൾ ആണ്. അപ്പോ പാരലൽ എന്ന് പറയുന്ന അവസ്ഥയിൽ 9 കണ്ടീഷൻസ് വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കൂടാതെ പാരലൽ ആണല്ലോ ഇപ്പൊ പറഞ്ഞത്. ഇനി പാരലൽ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ എന്താ? പാരലൽ അല്ലാതെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പാരലൽ നിർത്തുകയും മറ്റൊരു സ്ഥലത്ത് ഇൻക്ലിനേഷൻ കൊടുക്കുകയും ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഠിച്ചത് 2 സ്ഥലത്തേക്കും പാരലൽ ആയിരുന്നു. HPക്കും പാരലൽ ആയിരുന്നു, VPക്കും പാരലൽ ആയിരുന്നു. ഇതല്ലാതെ മറ്റൊരു മാർഗം ഉള്ളത് HPക്ക് പാരലൽ നിർത്താം. HPക്ക് പാരലൽ നിർത്തിയിട്ട് ഇതാ ശ്രദ്ധിച്ചോളൂ, ഈ HPക്ക് ഞാൻ പാരലൽ നിർത്തി. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇങ്ങനെ തിരിക്കുക. അന്ന് തിരിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇനി എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ ലൈന് VPക്ക് ഇൻക്ലൈൻഡ് ആണ്, HPക്ക് പാരലലും VPക്ക് ഇൻക്ലൈൻഡും ആണ്. അങ്ങനെ വരും. അപ്പൊ ആ രീതി വെച്ചുകൊണ്ട് നമുക്ക് എത്ര കണ്ടീഷൻ ചിന്തിക്കാം? 9 കണ്ടീഷൻ ചിന്തിക്കാം. ഇങ്ങനെ ഈ അടുത്ത കണ്ടീഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ HPക്ക് പാരലൽ ആണ്, VPക്ക് ഇൻക്ലൈൻഡ് ആണ്. ഇനി മറ്റൊരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ നേരത്തെ ആദ്യം പഠിച്ച അവസ്ഥയിലേക്ക് തന്നെ വന്നു. ഇപ്പൊ HPക്കും VPക്കും പാരലൽ ആണ്. HPക്കും VPക്കും പാരലൽ എന്ന കണ്ടീഷനിൽ നിന്ന് നോക്കിക്കോളൂ, എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. ഇപ്പൊ എന്ത് സംഭവിച്ചു? VP എന്ന് പറയുന്നതിന് പാരലൽ തന്നെയാണ്, HPക്ക് ഇൻക്ലൈൻഡ് ആണ്. ഇത് നമുക്ക് വേറെ കണ്ടീഷൻസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ക്വാഡ്രന്റ് മാറ്റി ഈ ക്വാഡ്രന്റിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ പല കണ്ടീഷൻസ് നമുക്ക് ഇതിലും കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് പഠിച്ചത് പ്രകാരം ലൈനിനെ പാരലൽ ടു HP വെച്ചു, പാരലൽ ടു VP വെച്ചു. ഇതല്ലേ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയത്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്? ഈ ഒരു സ്ഥലത്ത് പാരലൽ നിലനിർത്തുകയും മറ്റൊരു സ്ഥലത്ത് ഇൻക്ലിനേഷൻ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ കണ്ടീഷൻസ് ഉണ്ടാവുക നോക്കാം.
ഒന്ന് പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ചു, ഇനി 1 by 1 ആയിട്ട് ഞാൻ പറയാം. അപ്പൊ പറയുന്ന സമയത്ത് പാരലൽ ടു HP, പാരലൽ ടു VP. ഓക്കെ, അടുത്തത് പാരലൽ ടു HP, ഇൻക്ലൈൻ ടു VP. ഓക്കെ, അടുത്തത് പാരലൽ ടു VP, ഇൻക്ലൈൻ ടു HP എന്ന് പറഞ്ഞുകൊണ്ട് 3 കാര്യങ്ങൾ അവിടെ വന്നു അല്ലേ? ഈ 3 കാര്യങ്ങളില് അല്ലാതെ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഒന്നും കൂടി ബാക്കിയുണ്ടല്ലോ. ഉണ്ട്, ഒന്നും കൂടെ ബാക്കിയുണ്ട്. എന്താണ് ആ ബാക്കി? ഞാൻ ആദ്യത്തെ പോർഷനിൽ വെക്കാം. ആദ്യത്തെ പോർഷൻ ഇതല്ലേ നമ്മൾ പഠിച്ചു തുടങ്ങി. ഇതിൽ ആദ്യം എന്താക്കി? അങ്ങോട്ടാക്കി എന്ന് പറഞ്ഞാൽ VPക്ക് ഇക്ലിനേഷൻ, പിന്നെ എന്താക്കി? ബോളിലോട്ടാക്കി HPക്ക് ഇക്ലിനേഷൻ. ഇത് രണ്ടും കൂടി ചേർത്താൽ എങ്ങനെ ഉണ്ടാവും? രണ്ടും കൂടി ചേർത്താൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിപ്പോ എന്താ സംഭവിച്ചേ? ഇതാണ് ഇതിൽ ഏറ്റവും കോംപ്ലിക്കേഷൻ ഉള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് ചരിവാണ്? HPക്ക് ചരിവാണ്. ഇത് ആർക്ക് ചരിവാണ്? VPക്കും ചരിവാണ്. ഈ കണ്ടീഷനെയാണ് നമ്മൾ പറയുന്നത് രണ്ട് പ്ലെയിനും ഇൻക്ലിനേഷൻ ഉള്ളത് ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻസ് എന്ന് പറയാം. ഇൻക്ലൈൻ ടു HP ആൻഡ് ഇൻക്ലൈൻ ടു VP. സാധാരണഗതിയിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ മിക്കവാറും ഈ ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻസിലായിരിക്കും വരിക. അല്ലാണ്ട് ഏതിൽ വരില്ല? ബാക്കിയുള്ള 3 കണ്ടീഷനിലും പറ്റില്ല. അതാണ് നമ്മൾ ലൈനിന്റെ ഓറിയന്റേഷനെ പറ്റി പറയാനുള്ളത്. അപ്പൊ എത്ര ഓറിയന്റേഷൻ ആണ്, ഏതൊക്കെ രീതിയിൽ വരുന്നു മനസ്സിലാക്കി. ഓക്കെ, ഇനി ഞാൻ പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിന്റെ പേര് ട്രൂ ലെങ്ത് എന്നാണ്. എന്താ അതിന്റെ പേര്? ട്രൂ ലെങ്ത്. എന്താ ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ? ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തരുന്ന ലൈനിന്റെ യഥാർത്ഥ നീളം, അതിന്റെ പേരാണ് ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ. എന്താണ് ഈ ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ക്വസ്റ്റ്യനിൽ തരുന്ന നീളം നമുക്ക് ഡ്രോയിങ്ങിൽ വരുന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിൽ തരുന്ന നീളം നമുക്ക് ഡ്രോയിങ്ങിൽ ഉപയോഗിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ. അത് മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ഒന്നും കൂടി ഓറിയന്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ആ ക്വാഡ്രന്റിന് പകരം സെക്കൻഡ് ക്വാഡ്രന്റിൽ വെച്ചിട്ട് കാണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇവിടെ വെച്ചു എന്ന് മാത്രം. ഈ ലൈൻ എങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്? HPക്ക് പാരലൽ ആണ്, PPക്ക് പാരലൽ ആണ്. കറക്റ്റ് അല്ലേ? റൈറ്റ്. എങ്ങനെയാണ് പാരലൽ മനസ്സിലാക്കി അറിയാലോ. എല്ലാ പോയിന്റുകളും HPയും തമ്മിലുള്ള അകലവും എല്ലാ പോയിന്റുകളും VPയും തമ്മിലുള്ള അകലവും സെയിം ആയിട്ട് വന്നു. അതുകൊണ്ട് this line is parallel to HP and VP എന്ന് പറയും. ഈ ഒരു ലൈനിനെ VPയിലേക്കുള്ള പ്രൊജക്ഷൻ, ഈ ഒരു ലൈനിന്റെ VPയിലേക്കുള്ള പ്രൊജക്ഷൻ, ഈ ഒരു ലൈനിന്റെ VPയിലേക്കുള്ള പ്രൊജക്ഷനെയാണ് എന്ത് പറയുന്നത്? ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. കറക്റ്റ്. അതേപോലെ തന്നെ ഈ ഒരു ലൈനിന്റെ HPയിലേക്കുള്ള പ്രൊജക്ഷൻ, ഈ ഒരു ലൈനിന്റെ HPയിലേക്കുള്ള പ്രൊജക്ഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്? ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കലാണല്ലോ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ജോലി. അപ്പൊ ഒരു ലൈനിന്റെ യഥാർത്ഥ അവസ്ഥ ക്വസ്റ്റ്യനിൽ പറയുമ്പോ അതിന്റെ ഫ്രണ്ട് വ്യൂ എന്താണ്, അതിന്റെ ടോപ്പ് വ്യൂ എന്താണ് എന്ന് മനസ്സിലാക്കി വരച്ചു കൊടുക്കലാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പഠിക്കുന്ന കുട്ടികളുടെ ജോലി. ആ ജോലിയിലേക്ക് വരാം നമുക്ക്. ആ ജോലിയിലേക്ക് വരുമ്പോ എങ്ങനെ നമുക്ക് ആലോചിക്കാം? ഇതിപ്പോ ലൈൻ പാരലൽ ടു ബോത്ത് പ്ലെയിൻസ് ആണ് വെച്ചിരിക്കുന്നത്. ഈ ലൈനിന്റെ നീളം ഒരു 30 സെന്റിമീറ്റർ ആണെന്ന്, അല്ല സോറി 30 മില്ലിമീറ്റർ ആണെന്ന് വിചാരിക്കും. അങ്ങനെ 30 മില്ലിമീറ്റർ ആണെങ്കിൽ ഇതിനെ ഇവിടുന്ന് നോക്കുമ്പോ ആ 30 മില്ലിമീറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ 30 മില്ലിമീറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അഥവാ ഫ്രണ്ട് വ്യൂവിന്റെ നീളം 30 മില്ലിമീറ്റർ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഈ ലൈനിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന്റെ ടോപ്പ് വ്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ടോപ്പ് വ്യൂവിന്റെ നീളവും ഈ ലൈനിന്റെ അതേ നീളം തന്നെയായിരിക്കും, അത് 30 മില്ലിമീറ്റർ ആയിരിക്കും. എന്തുകൊണ്ട് ഫ്രണ്ട് വ്യൂവിന്റെ നീളവും ടോപ്പ് വ്യൂവിന്റെ നീളവും 30 മില്ലിമീറ്റർ ആയി? അതിന്റെ റീസൺ ഈ ലൈൻ VPക്കും ഈ ലൈൻ HPക്കും പാരലൽ ആണ്. അപ്പോ വേറെ രീതിയിൽ പറഞ്ഞാൽ പാരലൽ ആണെങ്കിലേ അതിലേക്കുള്ള വ്യൂ ട്രൂ ലെങ്ത് ആവുള്ളൂ. മറന്നു പോകാൻ പാടില്ല ഒരിക്കലും. എന്താ മറന്നു പോകാൻ പാടില്ലാത്ത കാര്യം ഇപ്പൊ പറഞ്ഞത്? ഒരു ലൈനിന്റെ വ്യൂ, ഒരു ലൈനിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഏതായാലും ശരി, നമുക്കത് ട്രൂ ലെങ്ത് കിട്ടണമെങ്കിൽ ഏതിലേക്കുള്ള വ്യൂ ആണോ നമ്മൾ എടുക്കുന്നത്, ആ സ്ഥലത്ത് പാരലൽ വരണം. എന്നാൽ മാത്രമേ റെഡി ആവുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ലൈൻ VPക്ക് പാരലൽ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂല് നിങ്ങൾക്ക് പാരലൽ കിട്ടും. ഈ ലൈൻ HPക്ക് പാരലൽ ആണെങ്കിൽ ടോപ്പ് വ്യൂല് നിങ്ങൾക്ക് എന്ത് കിട്ടും? ട്രൂ ലെങ്ത് കിട്ടും.
അങ്ങനെ ട്രൂ ലെങ്ത് കിട്ടുന്ന കണ്ടീഷൻ പാരലൽ വന്നാലേ കിട്ടുള്ളൂ എന്നാണ് ഓർക്കേണ്ടത്. ഓക്കെ, ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇൻക്ലിനേഷൻ വന്നാൽ ഈ കേസിൽ ഇത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ എന്തും കൂടെ ചിന്തിക്കണം, ഇൻക്ലൈൻഡ് കണ്ടീഷൻ കൂടി ചിന്തിക്കണം. അതും കൂടി നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇതിനൊപ്പം എല്ലാ ഇൻക്ലിനേഷനും കൂടെ വെക്കുന്നില്ല, ഒരു ഇൻക്ലിനേഷൻ വെക്കാം. ആദ്യം ഞാൻ വെക്കാൻ പോകുന്ന ഇൻക്ലിനേഷൻ HP ക്കാണ്. HP ക്ക് ഞാനൊരു ഇൻക്ലിനേഷൻ വെച്ചു. ഇങ്ങനെ വെച്ചാലായിരിക്കും ശരിക്കും കാണുന്നത് അല്ലേ? ഇങ്ങനെ വെച്ചു. അപ്പൊ HP ക്ക് ഒരു ഇൻക്ലിനേഷൻ ഞാൻ ഇപ്പൊ കൊടുത്തു, VP ക്ക് പാരലൽ ആണ്. ഈ ഒരു ലൈന് ആർക്കാണ് പാരലൽ വന്നിരിക്കുന്നത്? ഇപ്പോ VP ക്കാണ് പാരലൽ വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ ലൈൻ VP ക്കാണ് പാരലൽ വന്നിരിക്കുന്നത്. അതേസമയം ഈ ലൈൻ ആർക്ക് ഇൻക്ലൈൻഡ് ആണ്? HP ക്ക് ഇൻക്ലൈൻഡ് ആണ്. ഇപ്പൊ ഏത് വ്യൂ ആയിരിക്കും യഥാർത്ഥ നീളം ഉണ്ടാവുക? ആലോചിച്ചിട്ട് പറയണം. ഏത് വ്യൂ ആയിരിക്കും യഥാർത്ഥ നീളം ഉണ്ടാവുക? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാരലൽ വന്നതിലേക്കുള്ള വ്യൂ. പാരലൽ വന്നതിലേക്കുള്ള വ്യൂ എന്ന് ചിന്തിക്കുമ്പോ എവിടെ പാരലൽ വന്നിരിക്കുന്നത്? VP യിലാണ് പാരലൽ വന്നിരിക്കുന്നത്. അതിലേക്കുള്ള വ്യൂ എന്ന് പറയുമ്പോൾ ഏത് വ്യൂ ആയിരിക്കും? ഫ്രണ്ട് വ്യൂ. ആ ഫ്രണ്ട് വ്യൂല് എന്ത് കാണിക്കും? ട്രൂ ലെങ്ത് കാണിക്കും. ഫ്രണ്ട് വ്യൂല് ട്രൂ ലെങ്ത് കാണിക്കും. അതേസമയം ടോപ്പ് വ്യൂ നോക്കിക്കേ, ടോപ്പ് വ്യൂ നോക്കിക്കേ. ഇവിടുന്ന് ഇങ്ങനെ നേരെ നോക്കിയാൽ ഈ വര ഇങ്ങനെ ചരിഞ്ഞല്ലേ നിൽക്കുന്നത്. ഈ ചരിഞ്ഞ വരയ്ക്ക് ഇവിടെ എന്ത് കിട്ടില്ല? ഇതിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോ, പെർപെൻഡിക്കുലർ ആയിട്ട് നോക്കുമ്പോ ഈ ലൈനിന്റെ നീളം ഇവിടെ റെഡ്യൂസ്ഡ് ആയിരിക്കും, നീളം കുറഞ്ഞു പോകും. അവിടെ എന്ത് ലെങ്ത് കിട്ടില്ല എന്നർത്ഥം? ട്രൂ ലെങ്ത് കിട്ടില്ല. അപ്പൊ ഇത് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടെ ട്രൂ ലെങ്ത് കിട്ടും, എവിടെ ട്രൂ ലെങ്ത് കിട്ടില്ല എന്ന് മനസ്സിലാക്കലാണ്. അപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, എല്ലാവർക്കും ഓർക്കാൻ പറ്റിയ രീതിയിൽ പറഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു പാരലൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാരലലിലേക്കുള്ള വ്യൂ, പാരലൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്കുള്ള വ്യൂ, ഇത് വെച്ചത് പ്രകാരം എവിടെയാ പാരലൽ പറഞ്ഞത്? VP ക്കാണ് പാരലൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ VP യിലേക്കുള്ള വ്യൂ എന്തായിരിക്കും? ട്രൂ ലെങ്ത് ആയിരിക്കും. ഓക്കെ, VP യിലേക്കുള്ള വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും. ലൈനിന്റെ നീളം 30 ആണെങ്കിൽ VP യുടെ നീളവും VP യിൽ വന്നിരിക്കുന്ന ഫ്രണ്ട് വ്യൂവിന്റെ നീളവും 30 ആയിരിക്കും. ഓക്കെ, ഇനി വേറെ രീതിയിൽ ചിന്തിക്കാം. ഇപ്പൊ ആർക്കാണ് ഇൻക്ലിനേഷൻ കൊടുത്തത്? HP ക്കാണ് നമ്മൾ ഇൻക്ലിനേഷൻ കൊടുത്തത്. ഇനി ആർക്കാണ് ഇൻക്ലിനേഷൻ കൊടുക്കാൻ പോകുന്നത്? VP. ഇങ്ങനെ കൊടുത്താൽ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല, ഇങ്ങനെ കൊടുക്കാം. ഇപ്പൊ ശരിക്കും മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ ലൈൻ ആർക്ക് ഇൻക്ലൈൻഡ് ആണ്? VP ക്ക് ഇൻക്ലൈൻഡ് ആണ്. അതേസമയം ഈ ഇതിനകത്തുള്ള ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് HP ആയിട്ടുള്ള അകലം സെയിം ആയതുകൊണ്ട് ഇവിടെ പാരലൽ ആണ്. ഓക്കെ, ഈ പാരലൽ സ്വഭാവം, ഇവിടെയുള്ള പാരലൽ സ്വഭാവം എന്ത് ഗുണമാണ് നമുക്ക് തരിക? ഇവിടെയുള്ള പാരലൽ സ്വഭാവം നമുക്ക് തരുന്ന ഗുണം ഇതിലേക്കുള്ള വ്യൂ. ഇതിലേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആണോ? അല്ലല്ലോ, ഫ്രണ്ട് വ്യൂ അല്ലല്ലോ. ഇതിലേക്കുള്ള വ്യൂവിനെ നമ്മൾ വിളിക്കുന്നത് ടോപ്പ് വ്യൂ എന്നാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള വ്യൂവിന്റെ പേര് ടോപ്പ് വ്യൂ എന്നാണ്. അപ്പൊ ഇങ്ങനെയാണ് ലൈൻ വരുന്നതെങ്കിൽ ഇതിന്റെ ടോപ്പ് വ്യൂ ആയിരിക്കും ട്രൂ ലെങ്ത്. കാരണം അവിടെയാണ് എന്ത് വന്നിരിക്കുന്നത്? പാരലൽ വന്നിരിക്കുന്നത്. ശരിക്കും മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ട്രൂ ലെങ്ത് കിട്ടിയാലുള്ള ഗുണം എന്താണ്? ട്രൂ ലെങ്ത് കിട്ടിയാലുള്ള ഗുണം, ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ ഡ്രോയിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റും. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ 30 ലൈൻ ഏരിയ ഓഫ് ലെങ്ത് 30 മില്ലിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ ഉപയോഗിക്കാം. ഓക്കെ, അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അത് ക്ലിക്ക് ആയി ഉണ്ടാവില്ല അല്ലെ? അത് ക്ലിക്ക് ആവണമെങ്കിൽ എവിടെയാണെന്നുള്ളത് നോക്കിയാൽ നോക്കിക്കോ. ഇനി ഒരു കണ്ടീഷൻ കൂടെ വെക്കാനില്ലേ? എ ലൈൻ ഇൻക്ലൈൻഡ് ടു ബോത്ത് പ്ലെയിൻസ്. വെക്കട്ടെ. ഈ ലൈനിന്റെ കണ്ടീഷൻ എന്താ? ഈ ലൈനിന്റെ കണ്ടീഷൻ, this line is inclined to VP, at the same time it is inclined to HP ആണ്. HP ക്ക് inclined ആണ്, VP ക്ക് inclined ആണ്. പ്രശ്നം ഗുരുതരമാണ്. പ്രശ്നം നിങ്ങൾ മനസ്സിലാക്ക്. എന്താ പ്രശ്നം? ക്വസ്റ്റ്യനിൽ തന്ന നീളം ഡ്രോയിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റില്ല. പറ്റുമോ? എന്തുകൊണ്ടാ പറ്റാത്തെ? ഇത് രണ്ട് സ്ഥലത്തും ചരിഞ്ഞായിരിക്കുന്നത്. രണ്ട് സ്ഥലത്തും ചരിഞ്ഞിരുന്നാൽ എന്ത് കിട്ടില്ല? രണ്ട് സ്ഥലത്തേക്കും ട്രൂ ലെങ്ത് കിട്ടില്ല. അങ്ങനെ ട്രൂ ലെങ്ത് രണ്ട് സ്ഥലത്തും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഡ്രോയിങ്ങിന് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പ്രത്യേകമായിട്ട് പ്രൊസീജിയർ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രൊസീജിയർ പഠിക്കണം. ആ പ്രൊസീജിയർ പഠിച്ചാൽ, അല്ലെങ്കിൽ അതെന്താണ്, എങ്ങനെയാണ് ഡ്രോയിങ് ചെയ്യേണ്ടത് എന്നുള്ളതിന് കുറെ ലോജിക്കുകൾ കൺവേ ചെയ്യുന്നുണ്ട്. ആ ലോജിക്കുകൾ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും.
അപ്പൊ എന്താണ് ഇൻക്ലൈൻ ടു ബോത്ത് പ്ലേൻസ് എന്ന സാഹചര്യത്തിന്റെ പ്രശ്നം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് ഇതിന്റെ ഡ്രോയിങ്ങും ഇത് സംബന്ധിച്ച കാര്യങ്ങളും ഞാൻ ബോർഡിൽ വരച്ച് കാണിക്കും. അത് ഇതിന്റെ തുടർച്ചയായിട്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. പ്രൊജക്ഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ഡ്രോയിങ് ഷീറ്റിലേക്ക് ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് 1-2 എക്സാമ്പിൾസ് എടുത്തിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാണ്. എന്നിട്ട് ഇതിന്റെ പോസിബിലിറ്റീസ് എല്ലാം ഞാൻ ഈ കാര്യത്തിൽ പറയും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള നേരത്തെ ഞാൻ കാണിച്ചല്ലോ. ആ കാണിച്ച സമയത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏതായിരുന്നു നിങ്ങൾ മനസ്സിലാക്കി? പാരലൽ ടു ബോത്ത് HP and VP ആണല്ലോ. അപ്പൊ അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് AB എന്നൊരു ലൈൻ, AB ലൈനിന്റെ നീളം ഒരു 50 മില്ലിമീറ്റർ എടുക്കാം. 50 മില്ലിമീറ്റർ നീളമുള്ള ലൈൻ AB. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത ഇത് പാരലൽ ടു എന്തൊക്കെയാണ്? HP and VP ആണ്. പാരലൽ ടു HP and VP. HP ക്കും VP ക്കും പാരലൽ ആണ്. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ. അതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് വരയ്ക്കാൻ ഇത്രയും കിട്ടിയ നമുക്ക് വരയ്ക്കാൻ പറ്റൂല. കാരണം ലൈൻ എവിടെയാണെന്ന് പറയണം. ലൈൻ എവിടെയാണെന്ന് പറഞ്ഞാൽ 9 കാര്യങ്ങളാണല്ലോ നമ്മുടെ മനസ്സിലുള്ളത്. ആ 9 കാര്യങ്ങളിൽ ഏത് കാര്യത്തിലാണ്, ഏത് ക്വാഡ്രന്റിലാണ്, ഏത് പൊസിഷനിലാണ് ലൈൻ ഇരിക്കുന്നത് മനസ്സിലാക്കണം. അതിപ്പോ ക്വസ്റ്റ്യനിൽ വന്നിട്ടില്ല, ഇനി വരാൻ പോകുന്നുള്ളൂ. അതെങ്ങനെയാ വരിക എന്ന് ചോദിച്ചാൽ AB എന്ന ലൈനിന്റെ ഏതെങ്കിലും ഒരു അറ്റത്തിനെ പറ്റി പറയും. ദ എൻഡ് A ഓഫ് ദ ലൈൻ അല്ലെങ്കിൽ ദ എൻഡ് B ഓഫ് ദ ലൈൻ എന്നൊക്കെ പറയും. അപ്പൊ എൻഡ് A ഓഫ് ദ ലൈൻ വിചാരിക്കും. എൻഡ് A ഓഫ് ദ ലൈൻ 20 മില്ലിമീറ്റർ above HP, 20 millimeter above HP and 10 millimeter in front of VP. കണ്ട, ഇത് പറയുമ്പോഴേ നമുക്ക് ഇനി ക്വാഡ്രന്റ് ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ 20 millimeter above HP, 10 millimeter in front of VP. ഇപ്പൊ ക്വാഡ്രന്റ് മനസ്സിലായി എവിടെയാണെന്ന്. അതിനനുസരിച്ച് A എന്ന പോയിന്റ് ആദ്യം വരയ്ക്കാം. എന്ന പോയിന്റ് ആദ്യത്തിന് വരയ്ക്കണം. ഫസ്റ്റ് XY ലൈൻ വരയ്ക്കണം. ഓക്കെ, XY ലൈൻ വരച്ചു. ഇനി എന്നിട്ട് A എന്ന പോയിന്റ് മാർക്ക് ചെയ്യാൻ പോവാ. A എന്ന പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്യണം? 20 മില്ലിമീറ്റർ എബവ് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ XY ലൈനിന്റെ എബവ് ആയിട്ട് മാർക്ക്. അപ്പൊ ഫ്രണ്ട് വ്യൂ XY ലൈനിന്റെ എബവ് ആയിട്ട് മാർക്ക് ചെയ്യാം. എത്ര എബവ്? 20 എബവ്. ഓക്കെ, 20 എബവ്. എന്നിട്ട് എന്ത് എഴുതി നോക്കുക ഇവിടെ? A ഡാഷ്. റൈറ്റ്. ഇനി ഇൻ ഫ്രണ്ട് ഓഫ് VP എത്ര? ഇൻ ഫ്രണ്ട് ഓഫ് VP 10 മില്ലിമീറ്റർ. ഇൻ ഫ്രണ്ട് വന്നാൽ റൊട്ടേഷന് ശേഷം XY ലൈനിന്റെ താഴെ പോകും ആര്? ടോപ്പ് വ്യൂ. ഓക്കെ, അപ്പൊ ടോപ്പ് വ്യൂ താഴേക്ക് പോയിക്കോട്ടെ. താഴേക്ക് പോയി. എത്ര താഴേക്ക് പോയി? 10 മില്ലിമീറ്റർ താഴത്തേക്ക് പോയി. അവിടെ ആര് വരും? A വരും. അപ്പൊ A ഡാഷും വന്നു, Aയും വന്നു. ഓക്കെ, ഫ്രണ്ട് വ്യൂ മുകളിലാണ്, ടോപ്പ് വ്യൂ താഴെയാണ്. അതിന് കാരണം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് പാരലൽ ടു ബോത്ത് പ്ലെയിൻസ് ആണല്ലോ. പാരലൽ ടു ബോത്ത് പ്ലെയിൻസ് ആണ്, നല്ല സുഖമാണ്. പാരലൽ പറഞ്ഞാൽ 2 ലെങ്ത് ഉപയോഗിക്കാന്നല്ലേ പഠിച്ചത്. അപ്പൊ 50 മില്ലിമീറ്റർ എന്ന് പറയുന്ന 2 ലെങ്ത് നിങ്ങൾക്ക് ലൈൻ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. 2 സ്ഥലത്തും പാരലൽ ആണ്. അപ്പൊ 2 സ്ഥലത്തും നിങ്ങൾക്ക് 2 ലെങ്ത് ഉപയോഗിക്കാം. അപ്പൊ ആദ്യം ഇവിടെ ഉപയോഗിക്കുന്നു. എത്ര ഉപയോഗിക്കുന്നു? 50 ഉപയോഗിക്കുന്നു. എന്നിട്ട് 50 ഉപയോഗിച്ചിട്ട് ഞാൻ ആരെ മാർക്ക് ചെയ്തു? B ഡാഷ്. എന്നിട്ട് ഇവിടുത്തെ താഴോട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഞാൻ 50 ഉപയോഗിച്ചിട്ട് B മാർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഫ്രണ്ട് വ്യൂ കിട്ടി, ടോപ്പ് വ്യൂ കിട്ടി. ഈ സാധനമാണ് ഫ്രണ്ട് വ്യൂ, ഈ സാധനമാണ് ടോപ്പ് വ്യൂ. അപ്പൊ ഫ്രണ്ട് വ്യൂ നമ്മൾ വരച്ചു, ടോപ്പ് വ്യൂ വരച്ചു. നല്ല സന്തോഷമായില്ലേ? എളുപ്പത്തിൽ വരച്ചല്ലോ. ഓക്കെ, ഇനി ഇതേപോലെ ഈ വരച്ചതുപോലെ നമുക്ക് എത്ര കാര്യങ്ങൾ എത്ര രീതിയിൽ വരയ്ക്കാൻ പറ്റും? 9 രീതി വരയ്ക്കാൻ പറ്റും. 9 രീതി. ആ 9 രീതി എന്ന് പറഞ്ഞാൽ ഇയാളാണ് മാറ്റങ്ങൾ കൊണ്ടുവരിക. ഈ A എന്ന് പറഞ്ഞ പോയിന്റ് അല്ലെങ്കിൽ B പറഞ്ഞ പോയിന്റ് ആണ് മാറ്റങ്ങൾ കൊണ്ടുവരിക. ആ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1-2 ചെറിയ കാര്യങ്ങളോട് ഞാൻ 1-2 എക്സാമ്പിൾസ് കൂടി നമുക്ക് എടുക്കാം. ഏതാണ് ആദ്യം എടുക്കാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് എബവ് മാറ്റല്ലേ. എബവ് മാറ്റിയിട്ട് ബിലോ കൊടുക്കാം. ബിലോ ഇൻ ഫ്രണ്ട് എന്നുള്ള മാറ്റണം. ഇൻ ഫ്രണ്ട് വേണേ മാറ്റാം. അത് ഇൻ ഫ്രണ്ട് മാറ്റിയിട്ടില്ലേ, ഇതൊരു കണ്ടീഷനാണ്, ഇത് വേറെ കണ്ടീഷനാണ്. അപ്പോ ഇൻ ഫ്രണ്ട് മാറ്റുന്നില്ലേ, മാറ്റണ്ട. അങ്ങനെ മാറ്റാതെ ഇതിന് ചിത്രം ഒന്ന് വരച്ചു നോക്കാം. എന്താ വരിക? ഇൻ ഫ്രണ്ട് മാറ്റിയിട്ടില്ല കേട്ടോ. എന്ത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ? എബവ് എന്നുള്ള ബിലോ മാറ്റിയിട്ടുള്ളൂ. ഇനി XY ലൈൻ വരയ്ക്കുക.
ബിലോ പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ബിലോ ആയിരിക്കും. അപ്പൊ ഫ്രണ്ട് വ്യൂ ഞാൻ ബിലോ മാർക്ക് ചെയ്യാം. എത്ര ബിലോ മാർക്ക് ചെയ്യാം? 20 ബിലോ. അപ്പൊ 20 ബിലോയില് എ ഡാഷ് വരച്ചു. ഫ്രണ്ട് വ്യൂ താഴെ പോയി. ഇൻ ഫ്രണ്ട് ഓഫ് VP റൊട്ടേഷന് ശേഷം താഴോട്ടാണ് 10 മില്ലിമീറ്റർ താഴോട്ട് വരയ്ക്കണം. അതും താഴോട്ട് വരയ്ക്കണം. അപ്പൊ ഇതേ വരയിൽ കൂടെ തന്നെ 10 മില്ലിമീറ്റർ താഴോട്ടാക്കിയിട്ട് എ മാർക്ക്. അപ്പൊ എയും എ ഡാഷും രണ്ടും താഴെ പോയി. എയും പോയി എ ഡാഷും താഴെ പോയി. കാരണം മനസ്സിലായാലും എന്താണെന്ന്? ബിലോയും ഇൻ ഫ്രണ്ടും വന്നോണ്ടാണ്. ഓക്കെ. ഇനി അതേപോലെ ഇവിടെ ഇനി ലൈനിന്റെ ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്. ആ ട്രൂ ലെങ്ത് ഉപയോഗിച്ചുകൊണ്ട് പാരലൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ട്രൂ ലെങ്ത് ഉപയോഗിക്കാം. 50 മില്ലിമീറ്റർ ഉപയോഗിച്ചിട്ട് ഇവിടെ എനിക്ക് ഇവിടെ എന്ത് മാർക്ക് ചെയ്യാം? ബി ഡാഷ് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ബി മാർക്ക് ചെയ്യാം. അപ്പൊ കേട്ടോ വീണ്ടും ആൻസറിലേക്ക് എത്തി. എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് എന്ത് വ്യൂ ആണ്? ഫ്രണ്ട് വ്യൂ. എ ബി എന്താണ്? ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ XY ലൈനിന്റെ അടിയിലേക്ക് പോയി. അപ്പൊ ആ രീതിയിലാണ് ഇത് മാറിക്കൊണ്ടിരിക്കുക. 9 എണ്ണം നിങ്ങൾ ഇതിന് മുമ്പേത്തെ ക്ലാസ്സിൽ കൂടെ കേട്ടാൽ നിങ്ങൾക്ക് എങ്ങനെ ഈ 9 എണ്ണം വരും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡിഫറെന്റ് ഓൺ വേണമെങ്കിൽ ഒന്ന് നോക്കാം അല്ലെ. ഒരു ഓൺ വേണമെങ്കിൽ നോക്കാം, വെറുതെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. ഓൺ HP ആണെങ്കിൽ ഓൺ HP ആണ് എന്ത് വരുന്നത് നോക്കാം. ഓൺ HP ആണെങ്കിൽ അറിയാലോ എന്താണെന്ന്? ഓൺ HP ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ ഓൺ XY ലൈൻ ആയിരിക്കും. ഓൺ HP ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ ഓൺ XY ലൈൻ ആയിരിക്കും. അപ്പൊ ഫ്രണ്ട് വ്യൂ ഓൺ XY ലൈൻ എന്നുള്ള കണ്ടീഷനിൽ എ ഡാഷ് മാർക്ക് ചെയ്തു. എന്നിട്ട് അതിന്റെ 50 മില്ലിമീറ്റർ എടുത്തിട്ട് ബി ഡാഷ് മാർക്ക് ചെയ്തു. മറ്റത് 10 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ആണ്. അപ്പൊ താഴോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ടേക്ക് വെച്ചു, ഇവിടെ വരച്ചു. ആരെ വരച്ചു? AB വരച്ചു. അപ്പൊ ദിസ് ഇസ് ദ ഫ്രണ്ട് വ്യൂ ആൻഡ് ദിസ് ഇസ് ദ ടോപ്പ് വ്യൂ. അപ്പൊ ഓൺ XY ലൈൻ ആണ് ഫ്രണ്ട് വ്യൂ വന്നിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇനി അടുത്തത് എന്താ പറയാൻ പോകുന്നത് പറഞ്ഞാൽ പാരലൽ ടു ബോത്ത് പ്ലെയിൻസ് ആണല്ലോ ഇപ്പൊ ചെയ്തത്. അവിടെയാണ് ഈ മാറ്റം കൊടുക്കാൻ പോകുന്നത്. പാരലൽ ടു ബോത്ത് പ്ലെയിൻസ് അല്ലെങ്കിൽ ഇനി എന്താന്ന് ചോദിച്ചാൽ ഒരു സ്ഥലത്ത് പാരലലും മറ്റൊരു സ്ഥലത്ത് ഇൻക്ലൈൻഡും ആക്കാൻ പോവാ. അപ്പൊ എങ്ങനെയാ വരുന്നത് ചോദിച്ചാൽ പാരലൽ ടു HP ഇൻക്ലൈൻഡ് ടു VP. ഇൻക്ലൈൻഡ് എത്ര ഡിഗ്രി ആണെന്ന് വേണേ പറയാം. ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു VP. ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു VP. അപ്പൊ VP ആയിട്ട് 30 ഡിഗ്രി ചരിവാണ്. അതേസമയം പാരലൽ ടു HP ആണ്. ഇത് ഏത് വേണേ എടുക്കാം. ഇത് ഓൺ എടുക്കാം. ഇത് ഏത് പറഞ്ഞ പോയിന്റിന്റെ കണ്ടീഷൻ 9 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പൊ അത് ആദ്യം തുടക്കക്കാരെ എപ്പോഴും എഴുതുന്ന രീതിയിൽ എബവ് തന്നെ എഴുതാൻ പറ്റും. എബവ് ഇൻ ഫ്രണ്ട് അങ്ങനെ തന്നെ എടുത്ത് എബവ് HP ഇൻ ഫ്രണ്ട് ഓഫ് VP 20 30 ഒക്കെ അതേപോലെ തന്നെ. അത് മാറ്റിട്ടില്ല. ഇവിടുത്തെ ലോജിക്ക് മാത്രം എബവ് ഇൻ ഫ്രണ്ട് എടുത്ത്. ഇനി ഇത് വരയ്ക്കുമ്പോഴാണ് വളരെ കെയർഫുൾ ആവട്ടെ. എവിടെയാണോ പാരലൽ വന്നത് അതിലേക്കുള്ള വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും. എവിടെയാണോ പാരലൽ വന്നത് അതിലേക്കുള്ള വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും. അപ്പൊ ഇവിടെ എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ പാരലൽ ടു HP എന്നാ പറഞ്ഞിരിക്കുന്നത്. പാരലൽ ടു HP എന്ന് പറഞ്ഞാൽ HP യിലേക്കുള്ള വ്യൂ ടോപ്പ് വ്യൂ ആണ്. അപ്പൊ HP യിലേക്കുള്ള ടോപ്പ് വ്യൂ ആയതുകൊണ്ട് ടോപ്പ് വ്യൂ ഇതിൽ ട്രൂ ലെങ്ത് ആയിരിക്കും. ഫ്രണ്ട് വ്യൂ ഒരു പ്രത്യേക രീതിയിൽ വരയ്ക്കും. ടോപ്പ് വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും. ടോപ്പ് വ്യൂ എന്തായിരിക്കും? ട്രൂ ലെങ്ത്. അതെന്താണെന്നുള്ള എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് മനസ്സിലായില്ലേ? പാരലൽ ടു HP ആയതുകൊണ്ട് വ്യൂ ടുവേർഡ്സ് HP എന്ന് പറഞ്ഞാൽ അത് ടോപ്പ് വ്യൂ ആണ്. ആ ടോപ്പ് വ്യൂ എന്തിൽ കാണും? ട്രൂ ലെങ്ത്തിൽ കാണും. അപ്പൊ ടോപ്പ് വ്യൂ ആണ് ട്രൂ ലെങ്ത് ഉണ്ടാവുക. ശരി, ഇത് നമുക്ക് വരച്ചു തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം നമ്മൾ XY ലൈൻ വരച്ചു. A എന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. 20 മില്ലിമീറ്റർ എബവ് ഫ്രണ്ട് വ്യൂ HP എബവ് HP പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ എബവ് A ഡാഷ് 20 മില്ലിമീറ്റർ എബവ് മാർക്ക് ചെയ്തു. 10 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ റൊട്ടേഷന് ശേഷം താഴോട്ട്. അപ്പൊ ഇവിടെ 10 മില്ലിമീറ്ററിൽ ആരെ മാർക്ക് ചെയ്യും? A മാർക്ക് ചെയ്യും. അപ്പൊ A ഡാഷ് റെഡി, Aയും റെഡി. ഇനി ഇതിനെന്ത് വിളിക്കും? ഫ്രണ്ട് വ്യൂ. ഇതിനെന്ത് വിളിക്കും? ടോപ്പ് വ്യൂ വരയ്ക്കും. അപ്പൊ ടോപ്പ് വ്യൂ ആണ് എന്തിലുണ്ടാവുക? ട്രൂ ലെങ്ത്തിൽ ഉണ്ടാവുക. അപ്പൊ 50 മില്ലിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റുക? ടോപ്പ് വ്യൂലാണ് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ 50 മില്ലിമീറ്റർ ഞാൻ ടോപ്പ് വ്യൂ ഉപയോഗിക്കാൻ പറ്റും. ആ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അതിൽ എക്സ്ട്രാ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ വന്നിട്ടുണ്ടല്ലോ അവിടെ. ഈ ആംഗിൾ നമ്മൾ എവിടെയാ കൊടുക്കുക?
ആംഗിൾ കൊടുക്കാൻ പോകുന്നത് നോക്ക് ഇതല്ലേ, ഇതൊക്കെ ഇത് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലോറിനെ ഞാൻ HP ആയിട്ടും ഈ ബോർഡിനെ ഞാൻ VP ആയിട്ടും വിചാരിക്കാം. ഇൻക്ലൈൻ ടു VP ഇങ്ങനെയാണല്ലോ വരുന്നത്, VPക്ക് ഇൻക്ലിനേഷൻ. ഇവിടെയാണല്ലേ ആംഗിൾ വന്നിരിക്കുന്നത്. ഈ ആംഗിള് ബോർഡിൽ നിന്ന് നോക്കുമ്പോ അല്ലേ കാണുന്നത്, ഈ ആംഗിളിനെ ബോർഡിൽ നോക്കുമ്പോ അല്ലേ കാണുക. ഇവിടെ നോക്കുമ്പോ ആംഗിൾ കാണുമല്ലോ, ഈ വരയല്ലേ കാണുന്നത്. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ ആംഗിൾ നമുക്ക് കാണുമല്ലോ. അപ്പൊ ബോർഡിൽ നിന്ന് നോക്കുമ്പോഴാണ് ആംഗിൾ കാണുക. അപ്പൊ ടോപ്പ് വ്യൂലായിരിക്കും നമുക്ക് എന്ത് കാണാൻ പറ്റുക, ആംഗിൾ കാണാൻ പറ്റുക. അപ്പൊ ഈ 30 എന്ന് പറയുന്ന ആംഗിൾ എവിടെ കൊടുക്കും, ടോപ്പ് വ്യൂല് വേണം കൊടുക്കാൻ. അപ്പൊ എന്തുകൊണ്ട് ഈ ആംഗിൾ ടോപ്പ് വ്യൂല് വന്നു എന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. അങ്ങനെ വരുമ്പോ A' വരെയും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പ് വ്യൂ ഏതാണ്, ഇതാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് കൊടുക്കണ്ടേ, 30 ഡിഗ്രി കൊടുക്കണ്ടേ. 30 ഡിഗ്രി കൊടുത്തിട്ട് ഇവിടെ 30 ഡിഗ്രി കൊടുത്തിട്ട് എന്ത് വരയ്ക്കാന്ന് മനസ്സിലാക്കി, ട്രൂ ലെങ്ത് വരയ്ക്കാം. 30 ഡിഗ്രി കൊടുത്തിട്ട് ട്രൂ ലെങ്ത് വരയ്ക്കാം. 30 ഡിഗ്രി കൊടുത്തിട്ട് ട്രൂ ലെങ്ത് വരയ്ക്കാം. ട്രൂ ലെങ്ത് 50 ആണല്ലോ, അപ്പൊ 50 നീളത്തിൽ അങ്ങ് വരയ്ക്കാം. അപ്പൊ എയും കിട്ടി, ഇവിടെ ബിയും കിട്ടി. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒന്ന് വളരെ വ്യക്തമായിട്ട് പറയാം, മറന്നുപോണ്ട. എന്തുകൊണ്ട് ഇവിടെ 30 കൊടുത്തു, അവിടെ 30 കൊടുക്കാനുള്ള കാരണം ആംഗിൾ വിത്ത് VP പറഞ്ഞാൽ ലൈൻ ഇങ്ങനെയാണ് നിൽക്കുന്നുണ്ടാവുക. ഈ ബോർഡുമായിട്ട് ആംഗിൾ വിത്ത് VP ഇവിടെയാണ് ആംഗിൾ വന്നിരിക്കുന്നത്. വെർട്ടിക്കൽ പ്ലെയിനുമായിട്ടുള്ള ആംഗിൾ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഈ ആംഗിളിനെ ബോർഡിൽ നിന്ന് നോക്കിയാലേ കാണുള്ളൂ, ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ കാണില്ല. അപ്പൊ ആംഗിൾ വിത്ത് VP ടോപ്പ് വ്യൂല് വരയ്ക്കണം. ആംഗിൾ വിത്ത് VP എവിടെ വരയ്ക്കണം, ടോപ്പ് വ്യൂല് വരയ്ക്കണം. ആംഗിൾ വിത്ത് VP ടോപ്പ് വ്യൂല് മാർക്ക് ചെയ്യണം. ആംഗിൾ വിത്ത് VP ടോപ്പ് വ്യൂല് മാർക്ക് ചെയ്യണം. പറഞ്ഞോണ്ട. അപ്പൊ ആംഗിൾ വിത്ത് VP ടോപ്പ് വ്യൂല് മാർക്ക് ചെയ്തു, 30 ആണ്. എന്നിട്ട് ലൈൻ വരച്ചു. ഇവിടെ എന്തുകൊണ്ട് ട്രൂ ലെങ്ത് എടുത്തു, പാരലൽ പറഞ്ഞത് എവിടെയാ, പാരലൽ ടു HP ആണ്. അപ്പൊ HP യിലേക്കുള്ള വ്യൂ എന്താണ്, ടോപ്പ് വ്യൂ ആണ്. അത് കാരണമാണ് ഇവിടെ 50 എടുത്തത്. അപ്പൊ 30 ഡിഗ്രി ചരിച്ചിട്ട് 50 എന്ന് പറഞ്ഞ ലൈൻ വരയ്ക്കാം. അതിനുശേഷം ഇതിനെ നേരെ മുകളിലേക്ക് വരയ്ക്കാം. ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ലൈനിന്റെ പേരാണ് പ്രൊജക്ടർ. എന്താ പറയാ, പ്രൊജക്ടർ, എൻഡ് പ്രൊജക്ടർ എന്ന് പറയാം. ആ എൻഡ് പ്രൊജക്ടർ മുകളിലേക്ക് വരച്ചിട്ട് ഇവിടെ ജോയിൻ ചെയ്യാം. അപ്പൊ A' B' ഇവിടെ വരും, AB വരും. ഇവിടെ നോക്ക്, ഈ ലൈനിന്റെ നീളം ചെറിയ ലൈനല്ലേ കിട്ടിയത്, ഇതിനേക്കാൾ നീളം കുറവല്ലേ ഇത്. അതാണ് സംഭവിക്കുക, അതാണ് ഡ്രോയിങ്ങിൽ സംഭവിക്കുക. ഇൻക്ലിനേഷൻ വന്നാൽ രണ്ട് സ്ഥലത്തും ട്രൂ ലെങ്ത് ഉണ്ടാവില്ല. ഇതൊരിക്കലും എന്തല്ല, ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു ട്രൂ ലെങ്ത്. അതേസമയം ദിസ് ഇസ് ഈക്വൽ ടു എന്താണ് വീണ്ടും പറയുന്നത്, എന്താണ് ഹിന്റ്, എവിടെയാണോ പാരലൽ പറഞ്ഞത് അതിലേക്കുള്ള വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും. അപ്പോ പാരലൽ ടു HP പറഞ്ഞാൽ HP യിലേക്കുള്ള വ്യൂ ടോപ്പ് വ്യൂ, അതിൽ ട്രൂ ലെങ്ത് വരും. അത് ഇതിൽ നിങ്ങൾ ശരിക്കും കണ്ടല്ലോ, ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്ത് വന്നത്. അതോടൊപ്പം ആംഗിൾ കൊടുക്കേണ്ട സ്ഥലം പിന്നെ ഓർക്കണ്ടേ. ആംഗിൾ കൊടുക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ടു VP എന്ന് പറഞ്ഞാൽ അത് VP ആയിട്ടാണ് ഇൻക്ലിനേഷൻ വരുന്നത്. അത് ഏത് വ്യൂയിലേ കാണുള്ളൂ, ആംഗിൾ വിത്ത് VP ടോപ്പ് വ്യൂയിലേ കാണുള്ളൂ. അപ്പൊ ആംഗിൾ കൊടുക്കേണ്ടത് ടോപ്പ് വ്യൂയിലാണ്. ഇത് രണ്ടുമാണ് ഈ ഒരു പ്രോബ്ലത്തിന് മാത്രമായിട്ട് വന്നിരിക്കുന്ന ഹിന്റ്. അത് മറന്നു പോകാൻ പാടില്ല. ഓക്കെ, ഇനി ഇതിൽ കുറെ മാറ്റങ്ങൾ നമുക്ക് കൊടുക്കാം. ക്വസ്റ്റ്യനിൽ മാറ്റങ്ങൾ കൊടുക്കാം. മാറ്റങ്ങൾ കൊടുക്കാറിനാല് ഇതേ ഒരു ക്വസ്റ്റ്യൻ തന്നെ A എന്ന പോയിന്റ് എബവ് ഇൻ ഫ്രണ്ട് വെച്ച് ചെയ്തല്ലോ, A എന്ന പോയിന്റ് എബവ് ഇൻ ഫ്രണ്ട് വെച്ച് ചെയ്തല്ലോ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തം വരച്ചു നോക്കാം. എങ്ങനെ എത്ര വരച്ചു നോക്കാം, 9 കണ്ടീഷൻസിൽ കൊണ്ടുപോയി നോക്കാം. അങ്ങനെ 9 കണ്ടീഷൻസിലേക്ക് കൊണ്ടുപോയി ശ്രമിച്ചു നോക്കുക. അപ്പൊ പല ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഏത് മാറ്റിയാൽ മതി, A എന്ന പോയിന്റിന്റെ ഓറിയന്റേഷൻ ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. എങ്ങനെ മാറ്റാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എബവ് ഉള്ള ബിലോ ആക്കുക. അങ്ങനെ ആ രീതിയിലല്ല, ഓരോന്നോരോന്നായിട്ട് മാറ്റാം. അങ്ങനെ മാറ്റിയിട്ട് 9 രീതിയിൽ ഈ ചിത്രം തന്നെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അങ്ങനെ 9 രീതിയിൽ നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ, ഇതിപ്പോ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ അല്ലേ ടോപ്പ് വ്യൂ ഉള്ളത്. ഇനി ടോപ്പ് വ്യൂ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 30 പറഞ്ഞ ആംഗിൾ അവിടെ കൊടുക്കേണ്ടി വരും, താഴെയാണ് കൊടുക്കുക. അല്ല, ആ ടോപ്പ് വ്യൂലാണ് 30 കൊടുക്കേണ്ടത്. അപ്പൊ ടോപ്പ് വ്യൂ താഴെ ഇരിക്കുമ്പോൾ ഇവിടെ കൊടുത്തു. ഇനി നിങ്ങൾ A എന്ന പോയിന്റ് മാറ്റിയ സമയത്ത് ടോപ്പ് വ്യൂ മുകളിൽ പോയി വിചാരിക്കും. അങ്ങനെ ടോപ്പ് വ്യൂ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ 30 മുകളിലേക്ക് കൊടുക്കേണ്ടി വരിക. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്തിനെ മാറ്റണം, കുറച്ച് ലോജിക്ക്, കുറച്ച് ചിന്തയും കൂടെ വേണം വരയ്ക്കുന്ന കൂട്ടത്തില്. ഈ പറഞ്ഞ ഹിന്റുകൾ കൃത്യമായിട്ട് അങ്ങോട്ട് ഫോളോ ചെയ്താൽ മതി. അപ്പൊ റെഡി ആയിക്കോളും. ഈ ഹിന്റുകൾ ആംഗിൾ വിത്ത് VP ടോപ്പ് വ്യൂയിലേക്ക് കൊടുക്കാവൂ. ടോപ്പ് വ്യൂ എവിടെയാണുള്ളത് അവിടെ കൊണ്ടുപോയി കൊടുത്തോളൂ. ടോപ്പ് വ്യൂ താഴെ ആണെങ്കിൽ താഴെ കൊടുക്കുക, ടോപ്പ് വ്യൂ മുകളിലാണെങ്കിൽ മുകളിൽ കൊടുക്കുക. എന്നുള്ള രീതിയിൽ ചിന്തിച്ചോണം. പിന്നെ
അതോടൊപ്പം തന്നെ പാരലൽ ടു HP എന്ന് പറഞ്ഞ ആ കാര്യം, അത് ഫ്രണ്ട് വ്യൂ എവിടെയാണോ അവിടെയാണ് നിങ്ങൾ പാരലൽ ടു HP, അത് HP യിലേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ എവിടെയാണോ അവിടെയാണോ 50 കൊടുക്കണ്ടേ എന്നുള്ള രീതിയിൽ വേണം ചിന്ത പോവാൻ. ഓക്കെ, ഇനി ശരി, ഇനി നമുക്ക് വേറെ മാറ്റങ്ങളാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഇതിന്റെ കൂടെയുള്ള 9ന്റെ മാറ്റങ്ങളല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി ഇതിൽ കാണിക്കാൻ പോകുന്നത്. അതിലാദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത്, ഇതിൽ ഞാൻ ഒരു മാറ്റം വരുത്താൻ പോവാ. പാരലൽ ടു HP എന്നുള്ളത് മാറ്റിയിട്ട് പാരലൽ ടു VP നോക്കുക. ഓക്കെ, പാരലൽ ടു VP നോക്കി, വേറെ ഒന്നും മാറ്റുന്നില്ല. പാരലൽ ടു VP നോക്കി. ആംഗിൾ 30 ഡിഗ്രി ടു VP പിന്നെ വരൂലല്ലോ, പാരലൽ ടു VP ഇരിക്കുമ്പോൾ അത് വരില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ മാറ്റണം. ഇവിടെ എന്തായിട്ട് മാറ്റി? HP ആയിട്ട് മാറ്റി. അപ്പൊ ഇവിടെ പാരലൽ ടു VP, അവിടെ HP ആക്കി. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കണ്ടീഷനൊക്കെ ഇതേപോലെ തന്നെ. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ചിന്തിച്ചു നോക്ക്, നിങ്ങൾക്ക് എന്തൊക്കെ വരും എന്നുള്ളത് ചിന്തിച്ചു നോക്ക്. ചിന്തകൾ എങ്ങനെയാ പോകേണ്ടത്? ജസ്റ്റ് ഞാൻ ഇവിടെ ഡ്രോയിങ് കാണിക്കാം. ഫസ്റ്റ് XY ലൈൻ വരയ്ക്കാം. A പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുക, അതാണ് ഏറ്റവും ആദ്യമുള്ളത്. A എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ 20 mm എബവ് ആണ്. അപ്പൊ 20 mm എബവില് A' മാർക്ക് ചെയ്തു. പിന്നെ 10 mm ഇൻഫ്രണ്ട് ആണ്. അപ്പൊ 10 mm താഴോട്ടാക്കി A മാർക്ക് ചെയ്തു. അപ്പൊ A' മാർക്ക് ചെയ്തു. ഈ കാര്യം കഴിഞ്ഞു. ഇനി ചിന്തകൾ വരണം. എന്തൊക്കെയാ ചിന്തകൾ വരട്ടെ? പാരലൽ ടു VP ആണ്. നേരത്തെ പാരലൽ ടു HP ആയിരുന്നു. പാരലൽ ടു VP എന്ന് പറയുമ്പോൾ VP യിലേക്കുള്ള വ്യൂവിന്റെ പേര് ഫ്രണ്ട് വ്യൂ. അപ്പൊ ഫ്രണ്ട് വ്യൂ ആണ് വരിക. ഫ്രണ്ട് വ്യൂവിലാണ് ഇനി എന്ത് വരിക? ട്രൂ ലെങ്ത് വരിക. ഈ 50 എന്ന് പറഞ്ഞ ലെങ്ത് ഫ്രണ്ട് വ്യൂവിലാണ് വരിക. ആംഗിൾ ഈ ട്രൂ ലെങ്ത് ഞാൻ ഇവിടെ എഴുതാം. ട്രൂ ലെങ്ത് ഏതിലാ വരിക? ഫ്രണ്ട് വ്യൂവിലാണ് വരിക. ട്രൂ ലെങ്ത് ഫ്രണ്ട് വ്യൂവിലാണ് വരിക. അതായത് 50 മില്ലിമീറ്റർ ഫ്രണ്ട് വ്യൂവിലാണ് കൊടുക്കട്ടെ. ബുദ്ധി അവിടെ വന്നു. അടുത്ത ചിന്ത എന്താ? അടുത്ത ചിന്ത ആംഗിൾ 30 ഡിഗ്രി ടു HP ആണ്. ഇവിടെ കാണിക്കാം. ഫ്ലോറിന്റെ ആണല്ലോ നമ്മൾ HP ആയിട്ട് വിചാരിച്ചത്. അപ്പൊ 30 ഡിഗ്രി നിലവുമായിട്ട് ചേർച്ച് വെക്കുക. അപ്പൊ എപ്പോഴും നമുക്ക് ചിന്തിക്കാൻ എളുപ്പം നിലത്തെ HP ആയിട്ടും നമ്മുടെ ഫ്രണ്ടിലുള്ള വാളിനെ VP ആയിട്ടും വിചാരിക്കുക. അപ്പൊ ഇത് VP യും ഇത് HP ആണല്ലോ. അപ്പൊ VP HP നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ എടുക്കുന്ന ഏറ്റവും എളുപ്പം. അപ്പൊ ആംഗിൾ വിത്ത് HP ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആംഗിൾ വിത്ത് HP എന്ന് പറയുമ്പോൾ നിലവായിട്ടുള്ള ആംഗിൾ ഇവിടെയാണ് ആംഗിൾ വരിക 30 എന്ന് പറയുന്നത്. ഈ 30 എന്ന് പറയുന്നത് ഇവിടെ പോയി നോക്കിയാൽ കാണുമോ? ഒരിക്കലും കാണില്ല. ഇവിടെ നോക്കിയാൽ പിന്നെ എവിടെ നോക്കണം? ഇവിടെ നോക്കണം. ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് 30 കാണാൻ പറ്റും. അപ്പൊ ഏത് വ്യൂവിലാണ് ആംഗിൾ കാണുക? നേരത്തെ നമ്മള് പറഞ്ഞത് ഇവിടെ മാറ്റാൻ പോവാണ്. ആംഗിൾ വിത്ത് HP ആണ് ഈ ക്വസ്റ്റ്യനിൽ തന്നത്. അതുകൊണ്ട് ആംഗിൾ HP നോക്കി എന്തിൽ കാണും? ടോപ്പ് വ്യൂവിൽ കാണില്ല. പിന്നെ എന്തിലാ കാണാം? ഫ്രണ്ട് വ്യൂവില്. അപ്പൊ ആംഗിൾ വിത്ത് HP ഫ്രണ്ട് വ്യൂവിൽ കാണും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ നോക്കുമ്പോ ഫ്രണ്ട് വ്യൂവിൽ കാണും. ട്രൂ ലെങ്ത് എവിടെയാ കാണാം? ഫ്രണ്ട് വ്യൂവിൽ. ഇനി നമുക്ക് വരയ്ക്കാലോ. എങ്ങനെയാ വരയ്ക്കാം? A' മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ 30 എടുക്കുക. 30 ഡിഗ്രി എടുത്തിട്ട് ഇവിടെ ലൈൻ ഇങ്ങനെ വരയ്ക്കാം. ഈ വരയ്ക്കുന്ന ലൈൻ എത്ര നീളം പോകണം? 50 നീളം പോകണം. ഇവിടെ ആരെ കിട്ടും? B' കിട്ടും. ഇതിനെ താഴത്തോട്ട് വരയ്ക്കാം. ഇതിന്റെ പ്രൊജക്ടർ എന്തായിരുന്നു? ഇതിന്റെ പേര് എന്തായിരുന്നു? എൻഡ് പ്രൊജക്ടർ. ഇങ്ങനെ ജോയിൻ ചെയ്യാ B കിട്ടും. അപ്പൊ A' B' AB. ഈ സാധനമാണ് ഫ്രണ്ട് വ്യൂ. ഇതാണ് ടോപ്പ് വ്യൂ. ഓക്കെ, അപ്പൊ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിന് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ഹിന്റ്? എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിന് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. പക്ഷെ നേരത്തെ കാര്യം ഒന്ന് ചിന്തിച്ച് പറയണം, അത്രയേ ഉള്ളൂ. നേരത്തെ ക്വസ്റ്റ്യനില് പാരലൽ ടു HP ആയിരുന്നു, ആംഗിൾ വിത്ത് VP ആയിരുന്നു. അതാണ് നേരത്തെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. ഈ ക്വസ്റ്റ്യനില് പാരലൽ ടു VP ആണ്. പാരലൽ ടു VP എന്ന് പറയുമ്പോൾ VP യിലേക്കുള്ള വ്യൂ ഫ്രണ്ട് വ്യൂ, അതായിരിക്കും ട്രൂ ലെങ്ത്. പിന്നെ ആംഗിൾ വിത്ത് HP എന്തിലാ കാണുക? ഫ്രണ്ട് വ്യൂവിലാ കാണുക. നേരത്തെ ആംഗിൾ വിത്ത് VP ടോപ്പ് വ്യൂ കണ്ടപ്പോ ഇപ്പൊ ആംഗിൾ വിത്ത് HP ഫ്രണ്ട് വ്യൂവിൽ കാണും. ഡ്രോയിങ് ഇതേപോലെ വരും. ഇത്രയാണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഈ കാര്യം എത്ര ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം? 9 ക്വസ്റ്റ്യൻ. അപ്പോഴും അതാണ്, അത് 9 ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾക്ക് പോകണം. 80 ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് A എന്ന് പറഞ്ഞ പോയിന്റിന് പല കോലത്തിൽ ഇങ്ങനെ മാറ്റി കൊടുത്തേച്ചാൽ മതി. അങ്ങനെ A എന്ന് പറഞ്ഞ പോയിന്റിനെ പല കോലത്തിൽ മാറ്റുമ്പോ ഇതെല്ലാം മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരച്ചു നോക്ക്. അങ്ങനെ എല്ലാം വരച്ചു നോക്ക്. ഒന്നല്ല ഞാൻ വരച്ചു തന്നിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് നിങ്ങൾ കടലാസ് എടുത്ത് വരച്ചു നോക്ക്. അങ്ങനെ വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇത് എളുപ്പമായിട്ട് വരും. അപ്പൊ ഈ ക്ലാസ്സുകൾക്കുള്ള പ്രത്യേകത എന്താണ്? ഈ ക്ലാസ്സുകൾ വൃത്തിയായിട്ട് കേട്ട് നല്ല രീതിയിൽ ഇതിനു വേണ്ടി വർക്കും ചെയ്താൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വളരെ എളുപ്പമായിരിക്കും.
അങ്ങനെ എളുപ്പമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ കേൾക്കുക, സ്വന്തമേ വരച്ചു നോക്കുക, ഡൗട്ട് വരുമ്പോൾ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് കേട്ടു നോക്കുക. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പോകും. ഓക്കെ, ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ അയക്കും. അടുത്ത വീഡിയോയില് ആംഗിൾ രണ്ട് ആംഗിൾ വന്നാൽ, ഇവിടെ പോലെ ആംഗിളിന്റെ കാര്യമല്ലേ ഇപ്പോൾ പറഞ്ഞത്, രണ്ട് ആംഗിൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം പ്രധാനപ്പെട്ട പ്രശ്നം ഈ 50 ഉപയോഗിക്കാൻ പറ്റില്ല എന്നതാണ്. ഈ 50 ഉപയോഗിക്കാൻ പറ്റില്ല, അഥവാ ക്വസ്റ്റ്യനിൽ തന്ന റൂളിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ കൂടും. ആ കോംപ്ലിക്കേഷൻ അടുത്ത വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരും. ഈ പഠിപ്പിച്ച അത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ.